ബഹുമാനപ്പെട്ട എനിക്ക് അബൂബക്കർ മുസ്ലിയാർ അള്ളാഹു വർത്തലഹു മഹാനവറുകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കയറ്റി വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കാട്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്ത കേരള ജമീയത്തിന് വേറെയുടെ ഇളയ പ്രവർത്തകനായി ഞാൻ തുടരുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഉസ്താദ് വളരെയധികം വികാരാതീതനായി. നമ്മളൊക്കെ കണ്ടു, വീഡിയോകളിലൂടെയൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊക്കെ ഭയങ്കര വേദന തോന്നിപ്പോയി. എന്തായാലും അതിലിടയ്ക്ക് ഞാൻ കണ്ടൊരു കാഴ്ച, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്ത EK വിഭാഗത്തിൻ്റെ ഒരു നേതാവാണ് അദ്ദേഹം. അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF-ൻ്റെ ആദ്യകാലത്തെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം അദ്ദേഹം FB-യിൽ എഴുതിയത് വായിക്കാനിടയായി. ഞാനതൊന്നിങ്ങനെ വായിക്കാം. ഞങ്ങൾ രണ്ടുപേരും അകന്നു പോയാൽ മാത്രമേ ബിദ്അത്ത് മതവ നവീകരണവാദികൾക്ക് ഇവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചിലരാണ് ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നീണ്ട 5 പതിറ്റാണ്ട് കാലം അജയ്യമായ നേതൃത്വം നൽകിയ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയരെയും തന്നെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ബഹുകാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ വിതിമ്പിക്കൊണ്ട് ഇക്കാര്യം പറഞ്ഞത്. ഈ ഭിന്നിപ്പ് മത നവീകരണവാദികൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന ഉദ്ദേശം 4 പതിറ്റാണ്ട് കാലം സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു വിനീതൻ എന്ന നിലയിൽ പറയാൻ കഴിയും. ഇപ്പോഴും ഒരുമിച്ച് പോകുന്നതിന് വിഘാതമായി നിൽക്കുന്ന പ്രധാന തടസ്സം ചിലരുടെ ഇടപെടലുകളാണെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. 3 വർഷം മുമ്പ് ഇരു വിഭാഗവും നിശ്ചയിച്ച 4 വീതം പ്രതിനിധികൾ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇന്ന് ഈ കാണുന്ന സൗഹൃദം സ്ഥാപിക്കപ്പെട്ടത്. ഉത്തര കേരളത്തിലെ സമുന്നതനായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഇരു വിഭാഗത്തിനുമിടയിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നത് ശുഭ സൂചകമാണ്. സുന്നി ആദർശം സംരക്ഷിക്കുകയും മത നവീകരണവാദികളെ നിയമാനുസരണം തടയുകയും ചെയ്യുക എന്ന സമസ്ത ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സുന്നി സംഘടനകളുടെ ഏകീകരണവും സൗഹൃദവും ഏറെ അനിവാര്യമാണ്. ദയാതീതനായ നാഥൻ അവർ ഇഷ്ടപ്പെടുന്ന ഐക്യത്തിനും സൗഹൃദത്തിനും സുന്നികളുടെ കെട്ടുറപ്പിനും സഹായമായി പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് 25/6/2026. അനുഭവം സാക്ഷി. ഉസ്താദിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. വളരെ മനോഹരമായി തോന്നിയ എഴുത്ത്, എന്തൊന്നില്ലാത്ത ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം, പലപ്പോഴും അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിന്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോകളിൽ, മുമ്പത്തെ വീഡിയോകളിലൊക്കെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു എഴുത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉസ്താദിനെ പലപ്പോഴും വിമർശിച്ച പല ആളുകളും ഉസ്താദിനെ കുറിച്ച് നല്ലത് പറയുകയും ഉസ്താദിന്റെ അടുത്ത് വരുന്ന പല കാഴ്ചയും ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടു. അതില് ഈ അടുത്ത കാലത്തായിട്ട് ഉസ്താദിനെ കുറിച്ച് അബ്ദുറഹ്മാൻ കല്ലായി തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. അല്ലെ, ഇരു സമസ്തയ്ക്കും നേതൃത്വം വഹിക്കാൻ യോഗ്യനരായ ആള് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ടായി. അതുപോലെ തന്നെ ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷമായിരുന്ന വലിയൊരു ആഗ്രഹം അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ ഉസ്താദിനെ മറ്റു വിമർശിച്ച ഒരു വ്യക്തിയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ. ഈ അബ്ദുസമദ് പൂക്കോട്ടൂരും ഉസ്താദിനെ പോയി കാണുകയൊക്കെ എന്നൊരു കൈപിടിക്കുന്നതും മുത്തുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും നമ്മൾ കാണാനിടയായി. ഇങ്ങനെ പല ആളുകളും, അതുപോലെ തന്നെ കാസിമി ഉസ്താദ് അദ്ദേഹവും, എന്തായാലും നമുക്ക് ഇങ്ങനെ ഒക്കെ കണ്ട സമയത്തും ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഈ നിലപാടുകൾ കാരണം നമുക്ക് വളരെയധികം വേദന തോന്നി. എന്തായാലും അദ്ദേഹം ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ അനുഭവത്തിൽ കൂടെ ചിലതൊക്കെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനും പലതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഇന്നത്തെ കാലത്ത്, അല്ലെ? പുതിയ സാഹചര്യങ്ങൾ മാറി വന്നു. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയത്തങ്ങളുടെ വരവോട് കൂടി സമസ്തയുടെ യഥാർത്ഥ ആശയങ്ങൾ, ആദർശങ്ങൾ പറയണം എന്നുള്ള നിലക്ക് തന്നെ EK സമസ്ത രംഗത്ത് വന്നു. ആ വരവ് പല ആൾക്കാരെയും ചൊടിപ്പിച്ചു. അത് നമ്മൾ വർത്തമാന കാലത്ത് കണ്ടതാണ്.
അതിനിടയിൽ അവർ തമ്മിൽ പല തർക്കങ്ങളായി. ഞാൻ വേദനയോടുകൂടി ഓർത്തു പോകുന്നത്, ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഞാൻ FB-യിൽ നോക്കിയപ്പോഴാണ് ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉമർ ഫൈസി മുക്കത്തിന്റെ അഭിപ്രായം പറഞ്ഞ വീഡിയോക്ക് താഴെ അദ്ദേഹത്തെ തെറി പറയുന്ന ഒരു വിഭാഗം. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ആ രൂപത്തിൽ തെറി പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തെ സഖാവെന്ന് വിളിക്കുന്നുണ്ട്, പല രീതിയിൽ വിളിക്കുന്നുണ്ട്. ഞാൻ വേദനിച്ചു പോയത്, അദ്ദേഹം ഒരു EK വിഭാഗം സമസ്തയുടെ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അതുപോലെ പല ആളുകൾക്കും അനുഭവം സാക്ഷ്യമാണ് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്പലക്കടവിനും അതുപോലെ പല അനുഭവങ്ങളും ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. എന്തായിരിക്കും മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ഇതൊക്കെ ഭിന്നിക്കാനുള്ള കാരണം, ആരായിരുന്നു ഇതിന്റെ പിന്നിലെ വക്താക്കൾ എന്നൊക്കെ. പലപ്പോഴും പല വിഷയത്തിലും ഉസ്താദിനെ തെറ്റിദ്ധരിച്ച് ഉസ്താദിനെതിരെ വാളെടുത്ത് വന്നവരൊക്കെ ഉണ്ട് അല്ലെ. ഉസ്താദിനെതിരെ പറഞ്ഞവരുണ്ടാവും, ഉസ്താദിനെതിരെ പലതും വിമർശിച്ചു പോയവരുണ്ടാവും, ഇന്നും വിമർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ഈ വീഡിയോക്ക് താഴെ തന്നെ പല രീതിയിൽ കമന്റ് ചെയ്യുന്നവരുണ്ടാവും. സത്യങ്ങൾ എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തവർ, മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, ഇങ്ങനെ പലരുണ്ട്. എന്ത് പറയണമെന്ന് അറിയുന്നില്ല. എന്തായാലും സുന്നി ഐക്യം ഇത്രയൊക്കെ ആയല്ലോ, അൽഹംദുലില്ലാഹ്. അത് തന്നെ വളരെ സന്തോഷം. കൂടുതൽ ഐക്യത്തിലേക്ക് വരട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ.